എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ട് അടിപൊളി ഷെയർസ് ആണ്. അതായത് ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് ബ്രേക്ക് ഔട്ടിന്റെ ആ തുഞ്ചത്ത് വന്ന് നിൽക്കുന്ന രണ്ട് ഷെയർസ് ആണ്. അപ്പൊ ഇതൊരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ വിത്ത് വോളിയം ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് അപ്പൊ നമ്മൾ ഇതിൽ ചാടി വീടയിൽ അങ്ങനത്തെ രണ്ട് അടിപൊളി ഷെയർസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ അത് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം നടക്കുമ്പോൾ വിത്ത് വോളിയത്തോട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. എന്റെ കണ്ണിൽപ്പെട്ട രണ്ട് ഷെയർസ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി തീരുമാനിച്ച് അതിന്റെ റിസ്കിനെ കുറിച്ച് ബോധവാനായതിനു ശേഷം മാത്രം എൻട്രി ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഷെയർസ് നോവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ 374 രൂപയുടെ ട്രേഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് നോവോക്കോ. അപ്പൊ നമുക്ക് അതിന്റെ ചാർട്ടിലേക്ക് ഒന്ന് പോവാം. ഇതാണ് നോവോക്കോയുടെ വീക്കിലി ചാർട്ട്. ഇത് വീക്കിലി ചാർട്ട്. ഈ വീക്കിലി ചാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ എന്താ വരച്ചു കൊടുത്താൽ ഒരു ട്രെൻഡ് ലൈനിന്റെ ഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ കണ്ട നല്ല ഭംഗിയുള്ള ട്രെൻഡ് ലൈൻ. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് ഇതിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു എൻട്രി നമുക്ക് ഇവിടെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ്, ഇവിടെ SL പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടത്തെ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു 368 ഇവിടെ വേണം 368 പോയിന്റിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. SL 368. നമുക്ക് വോളിയം ഈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന നേരത്ത് നമുക്ക് ഇവിടെ ഒരു വോളിയം നന്നായിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ അത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോവോക്കോയുടെ വീക്കിലി ചാർട്ട് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ട് അല്ലെ, ഒരു അസെൻഡ് ട്രയാങ്കിൾ ഫോർമേഷൻ വന്നാൽ നല്ലൊരു ഭംഗിയുള്ള. അപ്പൊ വീക്കിലി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത ഷെയർസിൽ പോകാം. അടുത്ത ഷെയർ ഏതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത ഷെയർ ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ് ലിമിറ്റഡ് ആണ്. 112 രൂപയുടെ ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ചാർട്ടിലേക്ക് ഒന്ന് നോക്കുക. അപ്പൊ ഇതാണ് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിന്റെ ചാർട്ട്. ഈ ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിന്റെ ചാർട്ട് നമ്മൾ ഇവിടെ വരച്ചു വെക്കാൻ ഇതുണ്ട്. ഒരു ഒരു കൺസോളിഡേഷൻ റേഞ്ചിലുള്ള, അതായത് ഒരു ബോക്സിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൺസോളിഡേഷൻ എത്ര വേണമെങ്കിൽ പോയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വിത്ത് വോളിയം ഇവിടെ ഒരു നന്നായിട്ട് വോളിയം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു എൻട്രിക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഇതിന്റെ ബിലോ റേഞ്ച് ഒരു 105 നമുക്ക് ഒരു സപ്പോർട്ട് ആയിട്ട് വരുന്നത്. 105 റേഞ്ചിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ നന്നായിട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് ഇപ്പൊ കൺസോളിഡേഷൻ ഇവിടെ വിത്ത് വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. ഇത് ഇൻട്രാഡേ ചാർട്ടാണ്, ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. നമ്മൾ ആദ്യം കണ്ടത് വീക്കിലിയുള്ള ചാർട്ടാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇത് ഡെയിലി, മറ്റത് വീക്കിലി. അപ്പൊ ഇതാണ് ഈ രണ്ട് ഷെയർസും നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.